വിവാദ നായിക എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര നിറഞ്ഞു വിവാദമായിരുന്നു. നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ഏതായിരുന്നു അതിനകത്ത് നമ്മുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്? അങ്ങനെ എനിക്ക് യൂട്യൂബുകാർ കുറച്ച് നല്ല അതാണ് രീതിയിൽ ചോദിച്ചത്. യൂട്യൂബിൽ ആരാണ്? യൂട്യൂബിൽ എപ്പോഴും എന്താ പറയുക, എൻ്റെ വീഡിയോസ് ഇടുന്ന ഒരാൾ, ഒരു ചാനൽ സിനി ലൈഫോ, സിനി ലൈഫ്. അപ്പം അവരാണ് കൂടുതലും ഇടുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ എനിക്ക് തോന്നി ഇവർക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെയിൽ അയച്ച്, അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആർക്കും ഒരു അവകാശമില്ല. ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഞാൻ എന്തോ മരിക്കാൻ കിടക്കുവാന്ന രീതിയിലേക്കായിരുന്നു. 4 വീഡിയോ 4 എണ്ണം. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്യുന്നപ്പോൾ ഞാനല്ലേ കിടക്കുന്നത്. അത് എൻ്റെ അനിയൻ നമ്മൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക ഫണ്ടിക്ക് വേണ്ടിയിട്ട് അവനൊരു വീഡിയോ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് യൂട്യൂബുകാർ എടുത്തിട്ട് ഈ പറഞ്ഞ ഇപ്പം മരിക്കും ICU മരിയെ കൈമുറിച്ചു, നരമ്പ് മുറിച്ചു ബൽറാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോഴല്ല, അതല്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സുന്ദരിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. സുന്ദരിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തോ വയ്യാണ്ടായിന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സംഭവം പോലെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം അറിയാതെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തത് ഡിസംബറിലാണ്. അപ്പം അതിനുശേഷം അവരുടെ വന്നു. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ മാറിയ കേസും പറഞ്ഞിട്ട് പറഞ്ഞ തന്നെ ഒരു 4-5-6 വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സെയിം കാര്യം തന്നെ വരുന്നത്, റിപ്പീറ്റ് ചെയ്തേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തത്, അതായത് മെയിൽ ചെയ്തത്. കാരണം ഇത് അതായത് എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ മീൻസ് ഇതിങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു കംപ്ലയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. അതിനുശേഷം അവർ പിന്നെ ഇട്ടു. അവരെന്താ റിപ്ലൈ തന്നോ? മെയിൽ ചെയ്തു? ഇല്ല, റിപ്ലൈ തന്നിട്ടില്ല അവർ. ഞാൻ പിന്നെ വിചാരിച്ചു അവരത് ഇഗ്നോർ ചെയ്താലും കണ്ടു കാണത്തില്ല മിക്കവാറും. അത് ഞാൻ നോക്കുന്നില്ല, കാരണം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും കൊടുത്തായിരുന്നു, മെയിൽ ചെയ്തായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിപ്പം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന ഇത് മരിയയുടെ ജീവിതത്തെ മാത്രമല്ല, ബൽറാമിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ബാധിക്കും. കാര്യം ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇപ്പം ഐഡി സ്റ്റാർ സിംഗറിലെ ഫൈനലിസ്റ്റാണ്. പാട്ട് പഠിക്കണം, ഏതൊക്കെ പാട്ടുകൾ പഠിക്കണം, അല്ലെങ്കിൽ വിൻ ചെയ്യണം എന്നുള്ളൊരു എയിമിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ പുതിയ സീരിയലിൽ ഞാൻ ജോയിൻ ചെയ്തു, ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സീരിയലിൻ്റെ പേര് എന്ന് പറയുകയാണെങ്കിൽ സ്നേഹക്കൂട്ട് എന്നാണ് സീരിയലിൻ്റെ പേര്. ടെലികാസ്റ്റിംഗ് ഉടനെ ഉണ്ടാവും. ഇപ്പം ഉടനെ തന്നെ അത് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. ആഫ്റ്റർ ബിഗ് ബോസ് എന്തായാലും ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു ഇതിലേക്ക് നിൽക്കുന്നത്, ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നുപെടുന്നത്. മരിയയുടെ ജീവിതത്തെ അത് ബാധിക്കും തീർച്ചയായിട്ടും. ഭയങ്കരമായിട്ട്. കാരണം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ലൊക്കേഷനിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ മീൻസ് അവരൊക്കെ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കും. ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിച്ചോ കല്യാണം കഴിഞ്ഞു? ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കാനോ, കസിൻസൊക്കെ അങ്ങനെ ചോദിച്ചു, അതായത് ഇതുള്ളതാണോ എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കും, പുറത്തറിയിക്കില്ല, അത് ഒളിപ്പിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ അത്ര മോശപ്പെട്ട ആളെ അല്ലല്ലോ സ്നേഹിച്ചത്, അല്ലെങ്കിൽ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ ഉറപ്പായിട്ട് ഞാൻ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉള്ളിടത്തോളം കാലം ഐ ഗെസ് നമ്മൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിടും. അങ്ങനെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഓൺ വോയിസിലൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അതായത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്, അത് പെയ്ഡായിരുന്നു. ലൈവ് പോയതല്ലാതെ വീഡിയോ റെക്കോർഡ്. ഞാൻ ഒരിക്കൽ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ആരും ഇങ്ങനെ ഒരു ബാഡായ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല, ഫ്രണ്ട്സിനെ ഫ്രണ്ട്സായിട്ട് കാണാൻ പഠിക്കുക എല്ലാവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സെയിം കാര്യം ഒന്നുകൂടി വീഡിയോ ചെയ്തിട്ടു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇപ്പോൾ വീഡിയോ ഇട്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു എന്താ പറയുക, പിന്നെ പോസിറ്റീവായിട്ട കാര്യങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് സന്തോഷം. കാരണം ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാലും ആ ഫോട്ടോ ഇപ്പം ഇട്ട ഫോട്ടോയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കമൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതിനുശേഷം. കാരണം അതുവരെ വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ റിലേഷൻഷിപ്പിലാണെന്ന് നിൽക്കുക. പക്ഷെ അത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. കാരണം ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന കാര്യം എല്ലാവർക്കും. അങ്കമാലിയിലെ ഉൾഗ്രാമത്തിലെ ഒരു തോട്ടില് മീൻ പിടിച്ചോണ്ടിരുന്ന മരിയയ്ക്ക് ഇപ്പൊ ഒരു വിവാദ നായിക വേണ്ടി വന്നു. കാര്യം അങ്കമാലി മീൻ പിടിക്കാൻ പോയിട്ടില്ലേ തോട്ടത്തില്? അതാ തോട്ടില് എന്നോട് പറഞ്ഞിട്ടില്ല, കയറിയ തോട്ടത്തില് നമ്മൾ മീൻ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിന്നൊരാള് ഇപ്പൊ ഒരു വിവാദത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെയുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരണം? നിങ്ങളുടെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രതികരണം. കല്യാണം കഴിച്ച് നന്നായി പോയെന്നേ പറയത്തുള്ളൂ അല്ലയോ? അവനെ കെട്ടാൻ പറഞ്ഞു, നിനക്ക് കല്യാണം കഴിക്കാറായില്ലേന്ന് ചോദിക്കും.
അതായത് ഇത് ഇപ്പോഴെങ്കിലും കല്യാണം കഴിച്ചുകൂടെ, എല്ലാ കാണുന്നവരൊക്കെ ചോദിക്കും ഈ വർഷമെങ്കിലും ഉണ്ടാവുമെന്ന്. ശരി, ഈ വർഷം ഉണ്ടായിക്കോട്ടെ. ബൽറാം ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മരിയയുടെ റിയാക്ഷൻ എന്തായിരിക്കും? കാര്യം ഇപ്പം എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ മരിയയുടെ വേർഷനും പറഞ്ഞു. ഒറിജിനലായിട്ടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ഞാൻ അവന് ദൈവം ഏതെന്നെ ട്രോളരുത്, ഇവരെ കല്യാണം കഴിപ്പിക്കുകയല്ല, ഞാൻ അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവൻ്റെ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നൊന്നും എനിക്ക് അല്ല, ഞാൻ ചോദിച്ച പ്രപ്പോസലായിട്ട് വന്നാൽ ഇല്ലില്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം രണ്ടുപേർക്കും അവരുടേതായ ലൈഫുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ അവരവരുടെ മരിയ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സുന്ദരി കയറിയപ്പോഴേ കമ്മിറ്റഡ് ആണ് മരിയ. ബൽറാമായിട്ടല്ല, ഓൾറെഡി കമ്മിറ്റഡ് ആണ് മരിയ. അത് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മരിയ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുകയാണ്. ഏത് സ്ഥലത്തായിരുന്നു? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അല്ല, ഞാനിപ്പോൾ പറയില്ല. ഇപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയില്ല. കാരണം ഈ അടുത്ത സീരിയലിന് വന്നതിന് ശേഷമൊക്കെ പയ്യെ കല്യാണം അല്ല ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുണ്ടല്ലോ, എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നന്നായിട്ട് ജോലി ചെയ്യട്ടെ. പക്ഷേ ഇപ്പം ഈ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഈ സുന്ദരി എന്ന് മാറാനുള്ള കാര്യം കുറേ അധികം എലിഗൻസ് വന്നിട്ടുണ്ട്. എലിഗൻസ് കുറേ പറയുന്നുണ്ട്. അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള സീരിയലാണ്. ഇപ്പം മൂന്നാമത്തെ നായികയാണ് അതിനകത്ത്. ആദ്യത്തെ നായിക പോയപ്പം പൈസയുടെ പ്രശ്നത്തിൽ ലൈവ് ഇട്ടു. രണ്ടാമത്തെ നായിക പോയത് വിവാഹത്തിൻ്റെ പേരിലും ആത്മഹത്യയുടെ പേരിലും മാറി എന്നാണ് മറിയ തന്നെ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു നായിക വന്നിട്ടുണ്ട്. മറിയ പാടുള്ള കാരണം എന്താണ് അതിൽ നിന്ന്? കാരണം ഞാൻ ഏതാണ്ട് ഒരു 2-2.5 വർഷത്തോളം ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്തു. കറക്റ്റ് ഒരു 700 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വരുന്നത്. അപ്പം എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ഞാൻ എന്താ പറയുക, എനിക്ക് മൈഗ്രെയിൻ തൊട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ ലോ ആവുന്നത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ പ്രശ്നമൊന്നുമല്ല. അപ്പം ഒരാൾക്ക് കൂടുതൽ റെസ്റ്റാണ് വേണ്ടത്. ഇപ്പം ഈ സുന്ദരി എന്ന സീരിയലിൽ എന്നെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടുണ്ടാവും, നല്ല കാര്യം ഷൂട്ടുണ്ടാകുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് റെസ്റ്റ് എടുക്കാനോ എൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തായാലും ബ്രേക്ക് വേണം. അത് കാരണം ഞാൻ നിർത്താം എന്ന് ഓൾറെഡി അവിടെ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങനെ ഞാൻ December 31 എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ പറയുക, ഫുള്ളി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയുക, അടുത്ത സീരിയലിലേക്കുള്ള വിളി വന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ കാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓൾറെഡി മറ്റേ സീരിയൽ നിർത്തിയല്ലോ. അപ്പം ഇത് കോള് വന്ന സമയത്ത് പിന്നെ അതങ്ങ് വിവാദം, അതായത് ഞാൻ ഇതിൽ നിന്ന് മാറിയത് അതിൽ ജോയിൻ ചെയ്യാൻ എന്ന രീതിയിലൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ലൊക്കേഷൻ തന്നെ പല ആർട്ടിസ്റ്റും പോയി ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അന്നേരം ഞാൻ അവിടെ തന്നെ ഉണ്ട്, സുന്ദരിയിലുള്ളവർ തന്നെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം എനിക്കൊരു വർക്കിനോട് കമ്മിറ്റ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അവിടെ നിന്നത്. പല രീതിയിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയുക, നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ചില നേരത്തെ. ലൊക്കേഷൻ ആകുമ്പോൾ മിക്ക ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. സുന്ദരി മാറിയ സമയത്ത്. അപ്പം എനിക്ക് പറ്റാതായപ്പോൾ ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിർത്തിയതിന് ശേഷം പിന്നെ യൂട്യൂബിൽ വന്നൊരു കമൻറ്റ് ഞാൻ കണ്ടത്, അതായത് കല്യാണം ആയതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫസ്റ്റ് കമൻറ്റ് ഞാൻ മാറിയിട്ടുള്ള ഫസ്റ്റ് കമൻറ്റ് ഇതാണ്, കല്യാണമായിരുന്നു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിട്ടു. ആളുടെ പേരെന്താണെന്ന് ഇപ്പോഴും ഓർക്കുള്ള, പക്ഷേ ഇട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ കല്യാണമായോ അല്ലെങ്കിൽ അതാണ് നിർത്തിയത്, സുന്ദരി നന്ദറി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. പിന്നെ ഞാൻ ഒന്നും അതിന് റിപ്ലൈ ചെയ്യാൻ പോയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, പറയുന്നത് എന്ത് കാര്യമുണ്ട്, എത്ര കൊടുത്താലും പിന്നെയും ചോദിക്കും. ഇപ്പം കൂടി ഞാൻ പുറത്തോട്ട് അനക്കാൻ ചോദിക്കും എന്താ മാറിയേ. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ മാറി. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, വീട്ടിൽ തന്നെയായി. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ പുതിയ സീരിയൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറി. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ്